നമ്മുടെ ഗവൺമെന്റിന്റെ നയതന്ത്രപരമായ വീഴ്ചകൾ കാരണം നമ്മൾ വല്ലാത്ത സാമ്പത്തിക കെണിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂടം നമ്മൾ പൊതുജനങ്ങളോട് ഒളിച്ചു വെക്കുന്ന കുറച്ച് സത്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായ അവരുടെ നയതന്ത്രപരമായ വീഴ്ചകളെ കുറിച്ചുള്ള കാര്യങ്ങൾ. നമ്മുടെ മോദിജി മിതവ്യയം പാലിക്കണമെന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് ഒരു ആഹ്വാനം നടത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഇറാന്റെ സമാധാന പദ്ധതി നിരസിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണവില ബാരലിന് $100 മുകളിലായി കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ ഇന്ത്യയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അങ്ങ് നല്ല രീതിയിൽ പര്യവസാനിക്കുകയും ചെയ്തു. ഇതെല്ലാം പരസ്പര ബന്ധമില്ലാത്ത സംഭവങ്ങളാണെന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. ഇവയെല്ലാം തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. പ്രധാനമന്ത്രി പറയുന്നു, നിങ്ങൾ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം രീതിയുമായി ശീലിച്ചവരാണ്, അതിനാൽ നമുക്ക് അതിലേക്ക് തന്നെ മടങ്ങിപ്പോകാമെന്ന്. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുത്, വിദേശ യാത്രകൾ ഒഴിവാക്കുക. ഈ മുന്നറിയിപ്പുകളൊക്കെ അദ്ദേഹം എന്തുകൊണ്ടാണ് നേരത്തെ തരാതിരുന്നത്? ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമെന്നും നമ്മുടെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുമെന്നുമൊക്കെ ഭരണകൂടത്തിന് കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ മിതവ്യയ ആഹ്വാനം തെരഞ്ഞെടുപ്പിന് മുൻപ് വന്നില്ല? ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുമെന്ന് കണ്ടിട്ടും വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ വേണ്ടി സർക്കാർ സത്യങ്ങൾ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നില്ലേ? രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയേക്കാൾ വലുതാണോ ഒരു പാർട്ടിക്ക് അധികാരം കിട്ടുന്നത്? ഇതോടൊപ്പം നാം കാണാതെ പോകുന്ന ചില നിർണായക വിവരങ്ങൾ കൂടിയുണ്ട്. നമുക്കത് നോക്കാം. സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് SPR വലിയൊരു വീഴ്ചയിലാണ് ഇന്ത്യയിലുള്ളത്. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമ്പോൾ ആഘാതം കുറയ്ക്കാൻ രാജ്യങ്ങൾ അവരുടെ അടിയന്തര എണ്ണ ശേഖരത്തെയാണ് ആശ്രയിക്കാറുള്ളത്. ചൈനയും അമേരിക്കയും മാസങ്ങളോളം തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ശേഖരം കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് നിലവിൽ വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ തികയുള്ളൂ. ഈ ദീർഘവീക്ഷണമില്ലായ്മ മൂലം രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ അതിന്റെ ഭാരം മിതവ്യയം എന്ന പേരിൽ സാധാരണക്കാരന്റെ മേൽ അലിച്ചേൽപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ലോകത്ത് മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20 തൊട്ട് 30% വരെ കടന്നു പോകുന്ന നമ്മുടെ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതോടെയാണ് ഹോർമുസ് പാതയിലെ കപ്പലുകളൊക്കെ തടയപ്പെടാൻ കാരണമായത്. ചൈനയും പാകിസ്ഥാനും ഇറാന്റെ സഖ്യകക്ഷികളായതിനാൽ അവരുടെ കപ്പലുകൾക്ക് സുരക്ഷയുണ്ട്. എന്നാൽ ഇസ്രയേലിനോട് പരസ്യമായ ആഭിമുഖ്യം പുലർത്തുന്ന ഇന്ത്യയുടെ എണ്ണക്കപ്പലുകൾ ഈ മേഖലയിൽ വലിയ സുരക്ഷാ ഭീഷണിയാണ് നേരിടുന്നത്. ഇത് നമ്മുടെ എണ്ണ ഇറക്കുമതി ചെലവ് കുത്തനെ കൂട്ടും. ഇനിയുള്ളത് രൂപയുടെ മൂല്യത്തകർച്ചയും ഡോളറിന്റെ ആധിപത്യമൊക്കെയാണ്. അമേരിക്ക ഇറാന്റെ സമാധാന കരാർ തള്ളിയതോടെ ആഗോളതലത്തിൽ ഡോളർ കൂടുതൽ കരുത്താർജിച്ചു. ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇറക്കുമതി ചെയ്യുന്ന ഓരോ തുള്ളി എണ്ണയ്ക്കും നാം കൂടുതൽ പണം നൽകേണ്ടി വരുന്നു എന്നാണ് അർത്ഥം. രാജ്യത്തെ പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ കൂടാനും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും ഇത് നേരിട്ട് കാരണമാകുന്ന കാര്യമാണ്. സ്വർണം വാങ്ങരുത് എന്ന ആഹ്വാനം കേവലം ഒരു മിതവ്യയ നിർദ്ദേശമേ അല്ല. രാജ്യത്ത് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയ്ക്കാൻ സാധാരണക്കാരന്റെ ഏക നിക്ഷേപ മാർഗമായ സ്വർണത്തിന് മേൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഗൂഢ നീക്കം തന്നെയാണിത്. സാമ്പത്തിക തകർച്ചയുടെ ഭാരം സാധാരണക്കാരൻ ചുമക്കണമെന്ന വാദമാണ് ഇവിടെ സർക്കാർ ഉയർത്തുന്നത്. ഭരണകൂടത്തോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ആഗോള വിപണിയിലെ ഈ മാറ്റങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് സർക്കാർ ഈ വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് എന്തിനു മറച്ചു വെച്ചു എന്നുള്ള കാര്യം. അയൽ രാജ്യങ്ങളെല്ലാം സമാധാനപരമായി വ്യാപാരം നടത്തുമ്പോൾ ഇന്ത്യ മാത്രം എന്തിന് ഭീഷണി നേരിടുന്നു? രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയാണോ അതോ ഭരണകക്ഷിയുടെ പ്രതിച്ഛായയാണോ നിങ്ങൾക്ക് പ്രധാനം? നിശബ്ദതയല്ല ഈ കാര്യത്തിൽ വേണ്ടത്. ഈ സാഹചര്യത്തിൽ കൃത്യമായ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. നൽകേണ്ട മറുപടി ഭരണകൂടത്തിന്റേതാണ്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധാരണക്കാരന്റെ നിക്ഷേപങ്ങളെയും വിനോദങ്ങളെയും നിയന്ത്രിക്കാനാണ് ഭരണകൂടം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ സാമ്പത്തിക വശങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ സർക്കാരിന്റെ കള്ളക്കളികളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. സർക്കാർ പെട്ടെന്ന് സ്വർണം വാങ്ങരുതെന്നും വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും പറയുമ്പോൾ പ്രധാനമായും വിദേശ നാണ്യ ശേഖരം, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് സംരക്ഷിക്കുക, കൂടാതെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് നിയന്ത്രിക്കുക എന്നുള്ളതൊക്കെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ പിന്നിലെ സാമ്പത്തിക ശാസ്ത്രം വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. ടു സപ്പോർട്ട് ദ റുപ്പി, നമ്മൾ വിദേശത്ത് നിന്ന് എണ്ണയോ മറ്റോ സാധനങ്ങൾ വാങ്ങുമ്പോൾ പണം നൽകുന്നത് ഡോളറിലാണ്. നിലവിൽ ആഗോള വിപണിയിൽ എണ്ണവില $100 മുകളിൽ പോയതോടെ ഇന്ത്യക്ക് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഭീമമായ തുക ഡോളറായി നൽകേണ്ടി വരുന്നു. ഇന്ത്യ സ്വർണം വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. സ്വർണം വാങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഡോളർ വിദേശത്തേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇത് എണ്ണ വാങ്ങാൻ ആവശ്യമായ ഡോളറിന്റെ കുറവിന് കാരണമാകും. എണ്ണവില $100 കടന്ന സാഹചര്യത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തന്നെ ഇന്ത്യക്ക് വൻതോതിൽ ഡോളർ ആവശ്യമാണ്. ഈ സമയത്ത് സ്വർണത്തിനും യാത്രകൾക്കുമായി ഡോളർ ചെലവാക്കുന്നത് രൂപയുടെ മൂല്യം റെക്കോർഡ് നിലവാരത്തിലേക്ക് താഴാൻ കാരണമാണ്. അല്ലെ തന്നെ ഇപ്പോൾ റെക്കോർഡ് നിലവാരത്തിലാണ് ഇരിക്കുന്നത്. രൂപ ദുർബലമായാൽ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില ഇനിയും വർദ്ധിക്കും. ഇത് തടയാനാണ് സർക്കാർ ജനങ്ങളോട് ത്യാഗം ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഇന്ത്യയുടെ പക്കലുള്ള ഡോളർ ശേഖരത്തെയാണ് ഫോറക്സ് റിസർവ് എന്ന് വിളിക്കുന്നത്. എണ്ണ ഇറക്കുമതി തടസ്സപ്പെടാതിരിക്കാൻ ഈ ശേഖരം എപ്പോഴും സുരക്ഷിതമായിരിക്കണം. ഇന്ത്യയിൽ സ്വർണ്ണം ഖനനം ചെയ്യുന്നത് വളരെ കുറവാണ്. നാം വാങ്ങുന്ന സ്വർണ്ണത്തിന് സിംഹഭാഗവും വിദേശത്ത് നിന്ന് ഡോളർ നൽകി ഇറക്കുമതി ചെയ്യുന്നതാണ്. വിദേശ യാത്രകൾക്കായി ഇന്ത്യക്കാർ ചെലവാക്കുന്ന പണം ആത്യന്തികമായി രാജ്യത്തിന് പുറത്തേക്കാണ് പോകുന്നത്. ഇത്തരത്തിൽ ഡോളർ പുറത്തേക്ക് പോകുന്നത് തടഞ്ഞാൽ മാത്രമേ സർക്കാരിന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള പണം കണ്ടെത്താൻ കഴിയുള്ളൂ. രാജ്യത്തിന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വരുമ്പോഴാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതായത് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ള ആവശ്യം. എണ്ണവില കൂടിയതോടെ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ്, അതായത് ഇമ്പോർട്ട് ബില്ല് കുത്തനെ ഉയർന്നു. ഇത് ബാലൻസ് ചെയ്യാൻ സ്വർണം പോലെയുള്ള അത്യാവശ്യമില്ലാത്ത വസ്തുക്കളുടെ ഇറക്കുമതി കുറയ്ക്കാൻ സർക്കാർ നിർബന്ധിതമാകുന്നു എന്നുള്ളതാണ് കാര്യം. രൂപയുടെ മൂല്യം സംരക്ഷിക്കാൻ രാജ്യത്ത് നിന്ന് ഡോളർ വൻതോതിൽ പുറത്തേക്ക് പോകുമ്പോൾ വിപണിയിൽ ഡോളറിന് ഡിമാൻഡ് കൂടുകയും രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്യും.
രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന എല്ലാ ഇറക്കുമതി സാധനങ്ങൾക്കും കൂടുതൽ പണം നൽകേണ്ടി വരും, പ്രത്യേകിച്ച് പെട്രോളിനും ഡീസലിനും ഒക്കെ. ഇത് രാജ്യത്തെ വൻ വിലക്കയറ്റത്തിന് കാരണമാകും. ഇതിലെ രാഷ്ട്രീയ വഞ്ചന എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സാമ്പത്തിക ശാസ്ത്രം ഇതൊക്കെ ആണെങ്കിലും ഇതിലെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് സമയക്രമമാണ്. ആഗോള വിപണിയിൽ എണ്ണവില മാസങ്ങൾക്ക് മുമ്പേ ഉയർന്നു തുടങ്ങിയിരുന്നു. സ്ട്രാറ്റജിക് റിസർവിൽ എണ്ണ കുറവാണെന്ന് സത്യം സർക്കാരിന് അറിയാമായിരുന്നതാണ്. എന്നിട്ടും തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ജനങ്ങൾക്ക് സബ്സിഡികൾ നൽകുകയും സത്യങ്ങൾ മറച്ചു വെക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ജനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനുമേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഭരണകൂടത്തിന്റെ പരാജയം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതിന് തുല്യമാണ്. ഭരണകൂടത്തിന്റെ ഈ ഇരട്ടത്താപ്പിനെതിരായാണ് നമ്മൾ ശബ്ദമുയർത്തേണ്ടത്. നമ്മുടെ സാമ്പത്തിക ഭദ്രതയേക്കാൾ അവർ മുൻഗണന നൽകിയത് വോട്ട് ബാങ്കിനാണ്. മാത്രമല്ല, അവരുടെ വിദേശ നയതന്ത്രവും പാളിച്ചയിലായത് പാവപ്പെട്ട ജനങ്ങളാണ് ഇപ്പോൾ തലയിൽ വെച്ച് ചുമക്കുന്നത്.